നദിക്കരയിൽ മരണത്തോട് മല്ലടിച്ച് കിടന്ന ഒരു മുതലയെ വാലെ പിടിച്ച് വലിച്ചയാടെ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഇങ്ങേര് അതിന്റെ മുറിവുകളൊക്കെ ട്രീറ്റ് ചെയ്യാൻ തീരുമാനിക്കുകയാണ്. ഏകദേശം 6 മാസത്തോളം അയാളുടെ വീടിന്റെ പിറകിലുള്ള ഒരു കുളത്തില് ആരും അറിയാതെ വളരെ രഹസ്യമായിട്ട് ഈ മുതലയെ അയാൾ പരിപാലിച്ച് വളർത്തി. പരിപാലിച്ചു എന്ന് പറയാൻ ചിലപ്പോൾ കുറഞ്ഞു പോകും. നിങ്ങളൊന്ന് കേട്ട് നോക്കിയാൽ ദിവസം 4 കിലോ ഇറച്ചി കൊടുക്കുക. അതിനുശേഷം രാത്രി ഈ പുള്ളിക്കാരൻ കിടന്നുറങ്ങുന്നത് വരെ ഈ പറയപ്പെടുന്ന മുതലയുടെ കൂടെയായി. ഇത്ര സ്നേഹമൊക്കെ കൊടുത്തുകൊണ്ടാണോ എന്തോ ഇങ്ങനെ തിരിച്ച് കാട്ടിലേക്ക് തിരിച്ചുവിടാൻ നോക്കിയപ്പോ ഈ പറയപ്പെടുന്ന മുതല ഈ പുള്ളിക്കാരനെ വിട്ടു പോകുന്നതുമില്ല. അങ്ങനെ തുടർന്നുള്ള 20 വർഷക്കാലം ഈ പറയപ്പെടുന്ന മുതലയും ഈ പുള്ളിക്കാരനോടെ ഒരുമിച്ച് അങ്ങ് ജീവിക്കാൻ തുടങ്ങി. ഈ കാലയളവിൽ തന്നെ ഇവർ ഒരുമിച്ച് ഒരുപാട് പ്രകടനങ്ങൾ നമ്മുടെ ടൂറിസ്റ്റുകൾക്കായിട്ട് കാഴ്ചവെച്ച് അങ്ങനെ സന്തോഷത്തോടെ ജീവിച്ചു പോയി. ഏത് സന്തോഷകരമായ ഒരു ജീവിതത്തിനും ഒരു സങ്കടകരമായ അന്ത്യമുണ്ടെന്ന് പറയുന്നത് പോലെ കുറെ വർഷങ്ങൾക്ക് ശേഷം പ്രിസൈസ് ആയിട്ട് പറയുകയാണെങ്കിൽ 2011 20 വർഷം തികഞ്ഞപ്പോഴേക്ക് ഈ പറയപ്പെടുന്ന മുതല മരിച്ചുപോയി. മരിച്ചുപോയ മുതലയ്ക്ക് തൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു എന്നാണ് ആ പുള്ളിക്കാരൻ പറയുന്നത്. ആ മുതലയ്ക്ക് ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് കാര്യങ്ങൾ നടത്തുക, ഒരു വലിയ ഫ്യൂണറൽ സർവീസ് നടത്തി തൻ്റെ സുഹൃത്തിനെ അദ്ദേഹം യാത്രയാക്കി. കോസ്റ്റാറിക്കയിലാണ് കേട്ടോ ഈ പറയപ്പെടുന്ന സംഭവങ്ങളൊക്കെ നടന്നത്. പോച്ചോ എന്ന മുതലയും ചീറ്റോ എന്ന ഈ പറയപ്പെടുന്ന ഫിഷർമാനും തമ്മിലുള്ള ഈ അഗാധമായ ബന്ധം അന്നത്തെ നാട്ടുകാർ വളരെ അത്ഭുതത്തോടു കൂടിയാണ് നോക്കിക്കണ്ടത്. ഇന്നും അതൊരു വലിയ വിചിത്രമായ അത്ഭുതമായി നിലനിൽക്കുന്നു.